ഗൈസ്, അപ്പോൾ ഇന്നൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി പാക്കെല്ലാം ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് മെയ് 16 മെയ് 20 കേട്ടോ എൻ്റെ ഡ്യൂ ഡേറ്റ്. ഞാനൊരു 36ാമത്തെ വീക്ക് തൊട്ടേ പെട്ടി ഓൾറെഡി പാക്കാക്കി സെറ്റാക്കി വെച്ചേക്കാണ്. പക്ഷേ ഞാൻ വീഡിയോ നേരത്തെ എടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെ മടി കാരണം എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ചോദിച്ചാൽ ഇന്ന് എന്താണെങ്കിലും എടുത്ത് കാണിക്കാമെന്ന്. കാരണം ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും പെയിൻ വരുവോ ഹോസ്പിറ്റലിൽ പോവുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഞാൻ പാക്ക് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് വേണ്ട ഐറ്റംസൊക്കെ ഞാൻ പാക്ക് ചെയ്തു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോ ഐറ്റംസ് ആയിട്ട്. അപ്പോൾ ഞാൻ പെട്ടിയൊക്കെ തുറന്നു. ഫസ്റ്റ് ഞാൻ പാക്ക് ചെയ്തേക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാട്ടോ. അപ്പോൾ 3 നൈറ്റ് ഡ്രസ്സ് പോലത്തെ ഗൗൺ പോലത്തേത്, ഫ്രണ്ടിൽ ബട്ടൺസ് ഉള്ളത് കേട്ടോ. അങ്ങനത്തെ ഞാനൊരു 3 ജോഡി എടുത്തിട്ടുണ്ട്. കാരണം മെയിൻലി ഇവിടെ 2 ദിവസമാണ് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ ചിലപ്പോൾ ഒരു ദിവസം തലേന്ന് പോകുന്ന ദിവസത്തേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് 3 ജോഡി എടുത്ത് വെച്ചേക്കുന്നത് ഇപ്പോൾ ഓൾറെഡി. പിന്നെ ഞാൻ ഹീറ്റ് പാഡ്, ഇത് ആക്ച്വലി ഇലക്ട്രിക് ആട്ടോ. അപ്പം നമുക്ക് പെയിനൊക്കെ വരുമ്പോൾ ഇത് ബാക്കിൽ വിരിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ളത്. കുറച്ച് വലുതാണ്, ബെഡ് പോലത്തെ അടിപൊളി സംഭവം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തരും, എനിക്ക് അതേപ്പറ്റി അറിയില്ല. എന്നാൽ ഞാനിനി അഥവാ എനിക്ക് യൂസ് വന്നാലോ എന്ന് വിചാരിച്ച് വെച്ചിട്ട് ഞാൻ പാക്ക് ചെയ്താട്ടോ ഇങ്ങനത്തെ. ഇത് നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംഭവം കേട്ടോ. ഇത് അടിപൊളി സാധനം. അത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. അപ്പം പിന്നെ എന്താണെങ്കിലും ഇങ്ങനൊരു ആവശ്യം വന്നപ്പോൾ ഉപയോഗിച്ചേക്കാമെന്ന് കരുതിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് കഴിഞ്ഞ് വെച്ച് ഞാൻ ഒന്നുകൂടെ പാക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഇന്നേഴ്സ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫീഡിങ് ടൈപ്പ് ബ്രാസും പാൻറ്റീസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ പാഡ് മേടിച്ചിട്ടുണ്ട്. ഇത് ഫുള്ളി കവറേജ് ചെയ്ത് തരുന്ന പാഡ്സ് ആട്ടോ. പിന്നെ ഇത് പെരി ബോട്ടിൽ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇവിടെ ആക്ച്വലി കൂടുതലും ടിഷ്യൂസ് ഒക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ബിഡറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്കിനി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരുന്ന് വൃത്തിയാക്കാനും കഴുകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം ഇപ്പം ഇത് കൂട്ട് ബോട്ടിൽസാണ് ഇവിടെ കൂടുതലും യൂസ് ചെയ്യാനും പ്രിഫർ ചെയ്യുന്നതൊക്കെ. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ കിട്ടുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ഒരെണ്ണം മേടിച്ചു കേട്ടോ. ഇത് ഇവിടുന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ വെള്ളം നിറച്ച് വെച്ചാൽ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ കുറേ റിവ്യൂസ് കണ്ടു. പിന്നെ കുറേ പേരുടെ ഈ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമല്ലോ. അന്നേരം ഇപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഈ ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് എന്താണ് യൂസ്ഫുൾ ആവുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ മേടിച്ചു. പിന്നെ ഞാൻ ഫ്രീഡാമോമിൻ്റെ 2-3 ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നതാണ്. പിന്നെ കുറേ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ഞാൻ കുറേ പേര് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാണ് ഈ വിച്ചേഴ്സിൻ്റെ പാഡ് ലൈനേഴ്സ്. ഇത് കൂളിംഗ് പാഡ് ലൈനേഴ്സാണ്. ഇത് നമ്മൾ പാഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂളിംഗ് എഫക്റ്റിന് വേണ്ടിയിട്ട് ഇതൊരു സ്ട്രിപ്പ് പോലത്തെയാണ്. ഇത് കാണുന്നില്ലേ? അപ്പോൾ പാഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ സ്ട്രിപ്പ് പോലത്തെ വെക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി വജിനൽ ടീയറൊക്കെ ഉണ്ടായിട്ടുണ്ടാകുമായിരിക്കും നോർമൽ ഡെലിവറി ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ടാവും. അതിന് കൂടുതലാണ് ഈ ഫ്രീഡാമോമിൻ്റെ ഇതും ഏതാണ് വിച്ചേഴ്സലിൻ്റെ ഫോമും. ഇത് ആക്ച്വലി കൂളിംഗ് എഫക്റ്റ് തരുന്ന പറയുന്നത്. അപ്പം നമ്മൾ ആ പാഡിൻ്റെ മേലെ ഈ കൂളിംഗ് ഫോമും കൂടി യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ഇറിറ്റേഷൻ കുറയും, പെയിൻ കുറയും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറയുന്ന പറയുന്നത്. ഇപ്പം ഞാനിതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കുറച്ച് നിപ്പിൾ പാഡ്സ് മേടിച്ചിട്ടുണ്ട്. ഇതും ആമസോണിൽ നിന്ന് ഇവിടുന്ന് ഓർഡർ ചെയ്താൽ വലിയ പാക്കറ്റ്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ സമയത്തൊക്കെ നിപ്പിൾ പാലൊക്കെ കുറച്ച് ലീക്കൊക്കെ ആകുമ്പോൾ നനഞ്ഞൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ലൈനേഴ്സ് വെക്കുന്ന കേട്ടോ. ഇത് നിപ്പിൾ പാഡാണ്. പിന്നെന്താ, പിന്നെ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമായിരിക്കും. പിന്നെ നമ്മൾ 2-3 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കുകയൊക്കെ വേണ്ടി. അപ്പം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള തോർത്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു നിപ്പിൾ ക്രീം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഭയങ്കര ഡ്രൈ ആകും, സോറൊക്കെ ആകും. അപ്പം ആ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഒരു മെദേല എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു നിപ്പിൾ ക്രീം കൂടി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ. അങ്ങനെ പിന്നെ ഇത് യൂക്ലോറിന എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് ആക്ച്വലി ഞാൻ ആ പെരി ബോട്ടിൽ എടുത്തിട്ടുണ്ടല്ലോ. അപ്പം അവിടെ വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വൃത്തിയൊക്കെ ആവാൻ വേണ്ടിയിട്ട് പെരി ബോട്ടിൽ വാട്ടറിൻ്റെ ഉള്ളിലിടുന്നൊരു പൊടിയാണ്. അപ്പോൾ നമുക്ക് ആ സമയത്തുള്ള വജിനൽ ടീയേഴ്സൊക്കെ
കുറച്ചുകൂടിയൊക്കെ ഈസി ആയിട്ട് ഡ്രൈ ആയിട്ട് പെട്ടെന്ന് സ്റ്റിച്ചൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ 1-2 ഫ്രണ്ട്സൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനും ഇത് മേടിച്ചു. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിനകത്തുണ്ടല്ലോ. അപ്പോൾ എനിക്ക് 1-2 ദിവസമൊക്കെ കഴുകുമ്പം ഈ പൊടിയും കൂടി ഇട്ട് വെച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് മേടിച്ചത്. അങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സ് മേടിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് 3 നേരം ഫുഡ് കിട്ടും, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഹെവിയും അങ്ങനെയല്ല, ഭയങ്കര ചെറിയ സാൻഡ്വിച്ചോ അങ്ങനത്തെ ഇൻസലാത്ത ഈ സാലഡ് ടൈപ്പോ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്ന ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞത്. ആ സമയത്ത് നമുക്ക് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ സ്നാക്സ് മേടിച്ച് വെക്കുന്നത് നല്ല കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്ട്രാ കുറച്ച് സ്നാക്സ് മേടിച്ചു. പിന്നെ ബേബീൻ്റെ പ്രൊഡക്ട്സാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ എൻ്റേത് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കുട്ടിയുടെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 1-2-3 റോംബേഴ്സ് ടൈപ്പും. ഇതെനിക്ക് തോന്നുന്നു സ്വാഡിൽ ക്ലോത്താണ്. നമ്മൾ മറ്റേ ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ പുതപ്പിച്ചിട്ടിങ്ങനെ കിടത്തൂല്ലേ, അങ്ങനത്തേത്. ഇതാ സ്വാഡിൽ ക്ലോത്താണ്. പിന്നെ ഇത് ബർത്ത് ക്ലോത്ത്സ്. കാരണം പാലൊക്കെ കുടിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് എനിക്ക് ഇത് ഹോസ്പിറ്റലിൽ തരും തോന്നുന്നു. പക്ഷേ ഇത് ഞാൻ എക്സ്ട്രാ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത് കേട്ടോ. മുസ്ലിം ക്ലോത്ത്സ് ആണ് ഇത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പാക്ക് ചെയ്ത് വെച്ചു. ഇവിടെ ബാക്കിയുണ്ട്, പക്ഷെ നമ്മൾ ആകെപ്പാടെ 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചു. ഇതൊക്കെ ഹോസ്പിറ്റലിൽ കിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് പിന്നെ കുറച്ച് ടിഷ്യൂസ് ആണ് കേട്ടോ, എന്തെങ്കിലും ആവശ്യം വന്നാണോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ സൈഡ് ബാക്കിയെല്ലാം കുട്ടിയുടെ സാധനങ്ങളാണ്. ഡ്രസ്സ് കൂടാണ്ട് എന്തൊക്കെ എടുത്ത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറച്ച് ദിവസമായി പാക്ക് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇതും അങ്ങനെ തന്നെ കേട്ടോ. 1-2 ജോഡി എക്സ്ട്രാ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന അല്ല, ഇത് എനിക്കൊന്ന് ഫസ്റ്റ് ഡേ ഇടാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊന്ന് ഫസ്റ്റ് ഡേ കുട്ടീനെ അവർ ഉണ്ടായി കഴിഞ്ഞിട്ട് കുളിപ്പിച്ച് വെച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുക്കണം ഡ്രസ്സ്. അപ്പോൾ അവർ ഫസ്റ്റ് ഡേ ഇടിപ്പിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ ഒരു തൊപ്പിയും ഇങ്ങനെ എല്ലാം കൂടി ഉള്ളൊരു സെറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിറ്റൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊരു കവറായിട്ട് ചിലപ്പോൾ അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ Day 1 എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ കൊടുക്കണം. ബാക്കി Day 2 Day 3 ഉള്ളതൊക്കെ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതിനകത്തുണ്ട് Day 2 ഇതാട്ടോ. Day 2 Day 3 വേണ്ടിയിട്ടുള്ള പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു പുതപ്പിക്കുന്നതിൻ്റെയൊക്കെ ഇങ്ങനെ സ്വാഡിൽ അത് ഒട്ടിക്കുന്ന സ്വാഡിൽ ക്ലോത്ത്സ് അങ്ങനെ നേരത്തെ കാണിച്ചേ. ഇത് നമ്മുടെ കുറച്ച് വലുത് ഇങ്ങനത്തെ ഇല്ലേ, ഇത് നമ്മൾ തന്നെ പുതപ്പിച്ച് കിടത്താനൊക്കെ ഉള്ളത്. ഹോസ്പിറ്റൽ ഇപ്പം ചെറുതായിട്ട് ചൂടൊക്കെ ആയി തുടങ്ങിയെങ്കിലും ഹോസ്പിറ്റലിൽ പിന്നെ പിള്ളേർ ജനിച്ച സമയത്ത് അവർക്ക് ഭയങ്കര തണുപ്പായിരിക്കുന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനത്തെ കുറച്ച് തുണികൾ ഇതെല്ലാം ഇവിടുന്ന് ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതൊക്കെ മുസ്ലിം ക്ലോത്ത്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ അവരെ പുതപ്പിക്കാനും തുടയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ ഞാൻ എക്സ്ട്രാ കുറച്ചെടുത്ത് വെച്ചു. മോസ്റ്റ്ലി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമായിരിക്കും, എന്നാലും ഞാൻ നമ്മുടെ ഭാഗത്തുനിന്ന് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്ത് വെച്ചേക്കാണ്. പിന്നെ പാമ്പേഴ്സ്, കുട്ടീൻ്റെ പാമ്പേഴ്സ് 0 മന്തിൻ്റെ ന്യൂ ബോണിൻ്റെ സൈസ് അപ്പോൾ നമുക്ക് ആർക്കും അറിയില്ല, അതുകൊണ്ട് ന്യൂ ബോണിൻ്റെ പാക്ക് മേടിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഇത് മേടിച്ചിട്ടുണ്ട്, വാട്ടർ വൈപ്സ് തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള. ഇതൊക്കെ അവിടെ നിന്ന് കിട്ടുമായിരിക്കും, പക്ഷെ എന്നാൽ മേടിച്ചു. പിന്നെന്താ, ഇത് വീട്ടിലേക്ക് ഇട്ടുകൊണ്ട് വരാനല്ലേ ഹോം കമ്മിങ് ക്ലോത്ത്. എൻ്റെ ഹോം കമ്മിങ് ക്ലോത്ത് ഞാൻ എടുത്ത് വെച്ചില്ല കേട്ടോ, അതെടുത്ത് വെക്കണം. ഇത് ഇടിപ്പിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം താഴെ പോന്നു. മിറ്റൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര ചെറുതല്ലേ. ഇതൊന്നെങ്കിൽ ഞാൻ Day 1 കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇത് ഇടിപ്പിച്ചുകൊണ്ട് വരും. അത് ഫിക്സ് ആയില്ല. പിന്നെന്താ, പിന്നൊന്നുമില്ല, അത്ര ഇല്ലെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ഞാൻ എല്ലാം ഇങ്ങനെ കവറിൽ ഇട്ട് വെച്ചേക്കുന്നുണ്ട്. ഇൻ കേസ് ഇപ്പോൾ എനിക്ക് വലിയ ബോധമൊന്നുമില്ല ആ സമയത്തെങ്കിൽ നവിക്കാണെങ്കിലും എടുക്കാമല്ലോ, എന്തെങ്കിലും ആവശ്യം വന്നാൽ. അവന് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിൽ 11 മുതൽ രാത്രി 11 വരെ പാർട്ട്ണർക്ക് നിൽക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഡെലിവറി ടൈമിൽ കൂടെ ലേബർ റൂമിൽ കയറാൻ പറ്റും, അല്ലാണ്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആക്ച്വലി നമുക്ക് പോയാലേ അറിയാൻ പറ്റുള്ളൂ.
അങ്ങനെ. അപ്പോൾ ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാവ് ചാവ്.